ഇന്ത്യക്ക് ഇപ്പോൾ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഡീപ്പ് ഫേക്കുകൾ. ഈ പറയുന്നത് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ്. വിവര സാങ്കേതിക വിദ്യ വാനോളം വളർന്ന കാലത്ത് സത്യമേത് മിഥ്യേത് തിരിച്ചറിയാൻ ആകുന്നില്ല. വീഡിയോ, ശബ്ദശകലങ്ങൾ എന്നിവ കൃത്രിമമായി നിർമ്മിച്ചെടുക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനും അനായാസം കഴിയുന്ന തരത്തിൽ സാങ്കേതിക വിദ്യ മനുഷ്യൻ സ്വായത്തമാക്കിയിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മനുഷ്യബുദ്ധിയും ഒന്നിച്ചു വർത്തിക്കുന്ന ഒരു ലോകത്ത് എന്തും നടക്കുമെന്നായി മാറിയിരിക്കുകയാണ്. ആകർഷകവും അതുപോലെ അപകടകരമായ ഇരുതല മൂർച്ചയുള്ള വാളായി AI മാറിയെന്ന് ശാസ്ത്രലോകം തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പല രൂപത്തിൽ പല ഭാവത്തിൽ നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടേക്കാം. നാളെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും ഇത് നിങ്ങളെയും തേടിയെത്തിയേക്കാം. എന്നാൽ ഇപ്പോൾ ഡീപ് ഫേക്ക് വീഡിയോകളെ കുറിച്ച് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ പുതിയ സാങ്കേതിക വിദ്യ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിന്റെ ഗ്രാൻഡ് ഫിനാലെയിൽ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചപ്പോഴാണ് പ്രധാനമന്ത്രി പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞത്. പുതിയ സാങ്കേതിക വിദ്യയിൽ നാം ജാഗ്രത പാലിക്കണമെന്നും ഇവ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ വളരെ ഉപകാരപ്രദമാകും. എന്നിരുന്നാലും ഇവ ദുരുപയോഗം ചെയ്താൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. AI സഹായത്തോടെ നിർമ്മിച്ച ഡീപ് ഫേക്ക് വീഡിയോകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡീപ് ഫേക്ക് വീഡിയോകൾ വളരെ യാഥാർത്ഥമായി കാണപ്പെടുന്നു. അതിനാൽ തന്നെ ഒരു വീഡിയോയുടെ ചിത്രത്തിന്റെയോ ആധികാരികത വിശ്വസിക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. AI ആഗോള ചട്ടക്കൂടിന് ഇന്ത്യ ഊന്നൽ നൽകുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഡീപ് ഫേക്കുകൾ നിർമ്മിക്കാനായി കൃത്രിമ ബുദ്ധിയുടെ ദുരുപയോഗം നടത്തുമ്പോൾ പൗരന്മാരും മാധ്യമങ്ങളും ജാഗ്രത പാലിക്കണമെന്നും മോദി പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി സ്ത്രീകൾക്കൊപ്പം ഗർഭ കളിക്കുന്നുവെന്ന തരത്തിൽ പ്രചരിച്ച ഡീപ് ഫേക്ക് വീഡിയോയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. താൻ ഗർഭനൃത്തം കളിക്കുന്ന വീഡിയോ വളരെ യഥാർത്ഥമാണ് എന്നാണ് തോന്നിപ്പിക്കുന്നതാണ്. പക്ഷേ ചെറുപ്പം മുതൽ ഇതുവരെ താൻ ഗർഭ കളിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ രശ്മിക മന്ദാനയും കജോളും ഉൾപ്പെടെ നിരവധി ബോളിവുഡ് അഭിനേതാക്കളുടെ ഡീപ് ഫേക്ക് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സറ പട്ടേലിന്റെ മുഖത്തിന് പകരം AI ഉപയോഗിച്ച് രശ്മികയുടെ മുഖം ചേർക്കുകയായിരുന്നു. തന്റെ ഡീപ് ഫേക്ക് വീഡിയോ വൈറലായതിന് പിന്നാലെ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് രശ്മിക മന്ദാന രംഗത്തെത്തുകയും ചെയ്തിരുന്നു. രശ്മിക മന്ദാനയുടെ പേരിൽ വ്യാജ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സംഭവത്തിൽ ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 1860 സെക്ഷൻ 465 വ്യാജരേഖ, 469 പ്രതികൂപത്തിന് ഹാനി വരുത്തൽ, 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 66C ഐഡന്റിറ്റി മോഷണം, 66E സ്വകാര്യത ലംഘനം എന്നിവ പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കജോളിന്റെ വീഡിയോയ്ക്ക് പിന്നിലെ സത്യം ഒരു ഫാക്ട് ചെക്കിംഗ് പ്ലാറ്റ്ഫോമാണ് പുറത്തു കൊണ്ടുവന്നത്. യഥാർത്ഥ വീഡിയോയിലെ സാമൂഹ്യ മാധ്യമ താരത്തിന്റെ മുഖത്തിന് പകരം കജോളിന്റെ മുഖമാണ് ചേർത്തിരുന്നത്. വീഡിയോയിൽ ചില ഭാഗങ്ങളിൽ കജോളിന്റെ മുഖത്തിന് പകരം യഥാർത്ഥ വ്യക്തിയുടെ മുഖം തെളിഞ്ഞു വരുന്നത് കാണാനും സാധിക്കും. ടിക്ടോക്കിൽ ട്രെൻഡായിരുന്ന ഗെറ്റ് റെഡി വിത്ത് മീ ചലഞ്ചിന്റെ ഭാഗമായി ജൂൺ 5 പോസ്റ്റ് ചെയ്യപ്പെട്ടതാണ് ഒറിജിനൽ വീഡിയോ. AIക്കുള്ള ആഗോള നിയന്ത്രണങ്ങൾ ആവശ്യപ്പെട്ട് AI എപ്പോഴും സമൂഹത്തിന് സുരക്ഷിതമായിരിക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇന്ത്യൻ സംവിധാനം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണ് ഡീപ് ഫേക്കുകൾ എന്ന് മോദി പറയുകയും ചെയ്തു. ഇവ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുമെന്നും ഡീപ് ഫേക്കുകൾ നിർമ്മിക്കാനായി കൃത്രിമ ബുദ്ധിയുടെ ദുരുപയോഗം നടത്തുമ്പോൾ മാധ്യമങ്ങളും പൗരന്മാരും ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് മോദി വീണ്ടും പറയുന്നത്. പ്രശ്നങ്ങൾ വലിച്ചു വരുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ചും മാധ്യമങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ ഡീപ് ഫേക്കുകൾ എങ്ങനെയാണ് വെല്ലുവിളികൾ ഉയർത്തുന്നത്? വ്യാജവും യാഥാർത്ഥ്യവുമായ ക്ലിപ്പുകൾ തമ്മിൽ വേർതിരിച്ചറിയാൻ പ്രയാസകരമാകുന്നത് എങ്ങനെ? രാഷ്ട്രീയക്കാരെ ലക്ഷ്യമിട്ടുള്ള ഡോക്ടറേറ്റഡ് ഇമേജുകൾ, വ്യാജ വീഡിയോ ക്ലിപ്പുകൾ, കൃത്രിമ വോയിസ് ഓവറുകൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികൾ ചർച്ചയിൽ എടുത്തു കാണിക്കുകയും ചെയ്തു. സാധാരണക്കാർ മുതൽ സിനിമാ രാഷ്ട്രീയ മേഖലയിലെ സെലിബ്രിറ്റികളും യൂട്യൂബ് താരങ്ങളും ഡീപ് ഫേക്കുകൾക്ക് മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഡീപ് ഫേക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഏവരും ജാഗ്രതയോടെ ഇരിക്കുകയെന്നാണ് പ്രധാനമന്ത്രി ഏവരെ അറിയിച്ചിരിക്കുന്നത്.